പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾ തുടരുമെന്ന ട്രംപിന്റെ പ്രസ്താവന ആഗോള വിപണികൾക്ക് ഉണർവേകി. ആഗോള വിപണികളുടെ ചൂട് പിടിച്ച് ഇന്ത്യൻ വിപണികളും വലിയ നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. ഡോളറിന് കരുത്ത് കുറഞ്ഞതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞത് സ്വർണ്ണവില കൂടാനിടയാക്കി. രണ്ടാം വരവിലെ ട്രംപിന്റെ പ്രസ്താവനകൾ ലോക വിപണികളെ ഏറെ സ്വാധീനിക്കുന്ന കാഴ്ചയാണ് പോയ വർഷം മുതൽ കാണുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ വിജയം കാണാത്തതിൽ നിരാശയിലായിരുന്നു വിപണികൾ. ചർച്ചകൾ തുടരുമെന്ന ട്രംപിന്റെ പ്രസ്താവന വന്നതോടെ അമേരിക്കൻ വിപണികൾ പച്ചതൊട്ടു. തുടർന്ന് ഏഷ്യൻ വിപണികളിലും സമാനമായ നേട്ടമുണ്ടാകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ജപ്പാന്റെ നിക്കയും ചൈനീസ് ഹാങ്സെങ്ങും ദക്ഷിണ കൊറിയയിലെ കോസ്പിയുമെല്ലാം ബുൾറണ്ണിലാണ്. സെൻസെക്സ് 1200 പോയിന്റ് ഉയർന്ന വ്യാപാരം തുടങ്ങിയപ്പോൾ നിഫ്റ്റി 24,200 മുകളിലെത്തി. ബ്രന്റ് ക്രൂഡ് വില $95 എന്ന നിരക്കിലെത്തിയതോടെ രൂപയും നില മെച്ചപ്പെടുത്തി. ഡോളറിനെതിരെ 20 പൈസ ഉയർന്ന് $93.15 എന്ന നിരക്കിലാണ് വ്യാപാരം തുടങ്ങിയത്. സമാധാന പ്രതീക്ഷകൾ സ്വർണത്തിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,800 മുകളിലെത്തിയതോടെ സംസ്ഥാനത്തും സ്വർണ്ണവില കൂടി. പവനിന്ന് 1,040 രൂപ കൂടി 1,12,880 രൂപയും ഗ്രാമിന് 130 രൂപ ഉയർന്ന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പവന് വില ഇത്രയുമാണെങ്കിലും ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 3% GSTയും പണിക്കൂലിയും ചേർത്ത് 1,15,000 രൂപയോളം നൽകേണ്ടിവരും. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.